ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ കുമ്പളങ്ങി ആനിലിത്തറയിലെ ചെറിയൊരു ചാപ്പലിലേക്ക് പോവുകയാണ്. കൂടെ സിസ്റ്റർ ആൻ്റെയും കസിൻ ബ്രദറും ചേച്ചിയും ചേച്ചിയുടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഫസ്റ്റ് ആരെത്തോന്നും കരുതി നടക്കുവാണ്. ആൻറ്റിയും അതിൻ്റെ മുന്നേ പോണ എൻ്റെ ചേച്ചി, പിന്നെ ഓരോരുത്തരുടെ കയ്യിലും കുഞ്ഞുങ്ങൾ, പിന്നെ ഇതെൻ്റെ അനിയൻ രാഹുൽ. നമ്മളിപ്പോൾ ജപമാല കൂടാരത്തിൻ്റെ അവിടെ എത്താറായി. നല്ല കാറ്റുണ്ട് ഇവിടെ. ഇത് കണ്ടോ? വണ്ടി ഓടിക്കാൻ ചേച്ചി വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് 2 കൊല്ലമായി, ഇതുവരെ പഠിച്ചിട്ടില്ല. നല്ല ഭംഗിയുണ്ട് ഇവിടെ. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതേ ഇതാണ് ജപമാല കൂടാരത്തിനോട്ടുള്ള വഴി. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഒന്നുമില്ല, ചുമ്മാ വിളിച്ച. അവിടെ എന്താടോ മീൻകെട്ട് ഇവിടേക്ക് ഗൈസ്. അവിടെ നിന്ന് ചൂണ്ടിട്ടെടുത്തിട്ട് ഈ നീല കാണുന്നത് അടിക്കും എന്നാണ് രാഹുൽ പറഞ്ഞത്. രാഹുലിൻ്റെ പ്രവചനം. പിന്നെ ഭയങ്കര ഡൗട്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ചേച്ചി പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണെന്നുള്ളത്. പറഞ്ഞു കൊടുക്കണോ? ചേച്ചിക്ക് എത്ര അറിയുള്ളൂ. പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഇതുണ്ടോ കാണാനായിട്ട്? കൈക്കറി നിന്ന് കാണുക. ഇതെന്തിൻ്റെ ആയിരിക്കോടാ? ആരുടെയൊക്കെയോ മുതലാണ് ഇങ്ങനെ ഇട്ടേക്കണത് എന്തായാലും. അതുകൊണ്ട് നമുക്കുള്ള അപ്പം നമുക്ക് അടുത്തിട്ടെ. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ എത്താറായി. ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്, ഓരോ സ്ഥലത്തും ഒരു ചെറിയൊരു ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട് വഴിയുടെ ഓരോ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതെ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. അടുത്ത സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഞായറാഴ്ച 3 മണി മുതൽ 6 മണിയാടെ 5 മണി വരെ അവിടെ ധ്യാനം ഉണ്ടെന്നാണ് പറയണേ ഇവൻ. അതിൻ്റെ സൗണ്ടൊക്കെ എന്തായാലും കേൾക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു വളവും കൂടി ഉണ്ട് ഇനി പോകാനായിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം നടന്നെത്തിയിട്ടുണ്ട്. ആ കാണാൻ അവിടെ കൊണ്ടൊരു ചെറിയ പാലമുണ്ട്. ആ പാലം കടന്ന് വേണം അപ്പുറത്തോട്ട് പോകാനായിട്ട്. ചേച്ചിയൊക്കെ പുറകിൽ വന്നതേ ഉള്ളൂ. അവൻ എടുത്തോണ്ട് നടക്കാനായിട്ട് പറഞ്ഞ് ഇപ്പോൾ ഇതേ 3ാമത്തെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ചെറിയ പാലത്തിലോട്ടുള്ള വഴിയാണിത്. നിങ്ങൾക്കിത് സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഓൾറെഡി ഇപ്പം നല്ല സൗണ്ട് ഉണ്ട് അവിടുത്തത്. ഇത് വിൻചേച്ചിയൊക്കെ പറഞ്ഞതേ ഉള്ളൂ വീണ്ടും. വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലിപ്പോൾ കയറി നമുക്ക് പാലം കയറാം. വലിയ പാലൊന്നും ഇന്ന് ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിരുന്നതല്ല. കാരണം അത്രയ്ക്കും ഭയങ്കര ചുമയായിരുന്നു.
സംസാരിക്കാൻ പറ്റാത്ത നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തി. ഇവിടുന്ന് പോയിട്ട് കാണാം. ഞാൻ ചെയ്യുന്നത് എൻ്റെ ശുശ്രൂഷയല്ല. കർത്താവേ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. തിരിച്ചു പോവുക നമ്മ. അപ്പോൾ അവിടുത്തെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇന്നത്തേത് ഇത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ കാണാം. അതുവരെ ബൈ. അടുത്ത വിശേഷങ്ങളെ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.